വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും. പട്ടാമ്പിയിലെ ചിത്രകലയിൽ പേരുകേട്ട ആളുകളെല്ലാം, ഒരുവിധം ആളുകളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് പട്ടാമ്പി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ചിത്രകലയെയും ശില്പകലയെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും കലാകാരന്മാരെ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് അവരുടെ ആവിഷ്കാരങ്ങൾ കാണാൻ കഴിയുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സാംസ്കാരിക മൂവ്മെന്റിന് ഇവിടെ തുടക്കമിടുകയാണ്. അതിൻ്റെ ലോഗോ പ്രകാശനമാണ് ഇവിടെ നടന്നത്. അതോടൊപ്പം ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇനി നടക്കാൻ പോവുകയാണ്. ശ്രീജ പള്ളം അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കലയെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിലിരുന്ന് ഒരു പ്രസംഗം നടത്തേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കലയുടെ പ്രാധാന്യം എന്താണ്, പ്രത്യേകിച്ച് ചിത്രകലയുടെ പ്രാധാന്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാക്കി ഉള്ള ആളുകളാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. ഏതു തരം മനുഷ്യരെയും ചിന്തിപ്പിക്കാൻ കലയ്ക്ക് കഴിയും. ചിത്രകലയ്ക്ക് പ്രത്യേകിച്ച് ഒരു കവിത ആസ്വദിക്കണമെങ്കിൽ അത്യാവശ്യം ഭാഷ അറിയണം. അതല്ലെങ്കിൽ അക്ഷരങ്ങളെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും അറിവില്ലാതെ കഴിയില്ല. എന്നാൽ ചിത്രകലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നിരക്ഷരൻ എന്ന് പറയാൽ അക്ഷരമറിയാത്ത ആള് എന്നുള്ള നിലക്ക്, ഒന്നും അറിയാത്ത ആളായിരിക്കില്ല. ജനിച്ചു വീണാൽ തന്നെ നമ്മൾ പുതിയ പുതിയ അറിവുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാൾക്കും കാണാനും ആസ്വദിക്കാനും മാത്രമല്ല, അവന്റെ ഹൃദയത്തിലേക്ക് പല ചിന്തകളെയും കൊണ്ടുവരാനും കഴിയുന്നതാണ് ചിത്രകല. ഏറ്റവും പുരാതനമായ കലയും അതായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും വയനാട് എടക്കൽ ഗുഹ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയാൽ കാണാൻ കഴിയും. ചരിത്രത്തെ അടയാളപ്പെടുത്താൻ, ഒരു കാലഘട്ടത്തെ, ഒരു സംസ്കാരത്തെ, അന്ന് ജീവിച്ച മനുഷ്യരെ കുറിച്ചൊക്കെ പിൽക്കാലത്ത് നമുക്ക് ഓർക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഭാഷകൾ മാറി, സംസ്കാരങ്ങൾ മാറി, മനുഷ്യർ മാറി, മറ്റെല്ലാ പ്രകൃതി എല്ലാം മാറിയപ്പോഴും അത് നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ അന്ന് അവർ കുറിച്ചു വെച്ച പലതുമാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ യുഗങ്ങൾ കടന്നു പോകാൻ കഴിയുന്നതാണ് കല എന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, നമുക്കറിയാം, ദൈവങ്ങളെ പോലും ഒരു കാലത്ത് വലിയ അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾക്ക് ദൈവത്തെ കാണാൻ പല ശില്പങ്ങളുടെ രൂപത്തിലാണ്. ആ ശില്പമാണ് ദൈവം എന്ന് പിന്നീട് പലരും കരുതിയെങ്കിലും ആ ശില്പത്തിലൂടെ ദൈവത്തിലേക്ക് സങ്കല്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പല രൂപങ്ങൾ, അനർത്ഥങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വീടിന്റെ ഉമ്മറത്ത് വെക്കുന്ന കോലങ്ങൾ, അതുപോലെ തന്നെ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് വീടിന്റെ മുമ്പിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത്, എല്ലാ സംസ്കാരങ്ങളിലുമുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന കലയാണ്. പലപ്പോഴും പല ചിത്രങ്ങൾ പല കാലഘട്ടങ്ങളിലും പ്രതിരോധത്തിൻ്റെതായിട്ടുള്ള പല ചിത്രങ്ങളും, ഇതിന് വലിയ വലിയ പോരാട്ടങ്ങളുടെ കഥ പറയാനുണ്ട്.